ഖത്തറിലെ പ്രഗ്നന്റ് ലേഡീസ് മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ലേബർ റൂമിനകത്ത് ഹസ്ബൻഡിനെ അലൗഡ് ചെയ്യുമെന്നുള്ളത്. എൻ്റെ ഡെലിവറി വ്ളോഗിൻ്റെയും ഡെലിവറി എക്സ്പീരിയൻസും ട്രീറ്റ്മെൻ്റ് ഒക്കെ എങ്ങനെയാണെന്ന് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് അലൗഡ് അല്ലായിരുന്നെന്ന്. എൻ്റെ ടൈമിൽ, അതായത് 2025 വക്ര ഹോസ്പിറ്റലിൽ ഹസ്ബൻഡിനെ അലൗഡ് ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പുതിയ റൂൾ പ്രകാരം ലേബർ റൂമിനകത്തോട്ട് ഹസ്ബൻഡിനെയും അലൗ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഹസ്ബൻഡ് ലേബർ റൂമിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഏത് ഹോസ്പിറ്റലാണ് ബെറ്റർ ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വുമൻസ് വെൽനസ് ആണ്. ഇത് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ. എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു ഒപ്പീനിയൻ ആണ് അത്. എൻ്റെ ഡെലിവറി ടൈമിൽ വക്ര ഹോസ്പിറ്റലിൽ ഫുഡ് എനിക്ക് മാത്രമേ അലൗ ചെയ്തിട്ടുള്ളായിരുന്നു. എൻ്റെ കൂടെയുള്ള ബൈസ്റ്റാൻഡറിന് അവർ അലൗ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ വുമൻസ് വെൽനസ്സിൽ ബൈസ്റ്റാൻഡറിന് ഉൾപ്പെടെയാണ് ഫുഡ് അവർ അലൗ ചെയ്യുന്നത്. അതുപോലെ തന്നെ വക്ര ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പോൾ റൂമും കുറച്ചും കൂടെ ഫെസിലിറ്റി ഉള്ളത് വുമൻസ് വെൽനസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഡെലിവറിക്ക് മൊത്തം ടോട്ടൽ എത്ര എക്സ്പെൻസ് ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് ഹെൽത്ത് കാർഡ് ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഡെലിവറി ട്രീറ്റ്മെന്റ് ടോട്ടലി ഫ്രീ ആണ്. അതായത് നമ്മുടെ റൂം റെന്റും മെഡിസിനും മാത്രമാണ് ഒരു എമൗണ്ട് ആവുന്നത്. അത് അണ്ടർ ഒരു 350 ഒക്കെ വരുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവർ എപ്പിഡ്യൂറലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതും ടോട്ടലി ഫ്രീ ആണ്. എക്സ്ട്രാ ചാർജ് ഒന്നും ആവത്തില്ല. പിന്നെ ഫുഡിന്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടാണ് കൊണ്ടുതരുന്നത്. ഇവർ മെനു കാർഡ് കൊണ്ടുതരും. അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫുഡായിരിക്കും അവർ നമുക്ക് 4 നേരം കൊണ്ടുതരുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇടയ്ക്കുള്ള സ്നാക്സ്, രാത്രിയുള്ള ഡിന്നർ. നമ്മുടെ ഹെൽത്തിന് നല്ല ഗുണമുള്ള ഫുഡുകളാണ് കൊണ്ടുതരുന്നത്. നല്ല ഹൈജീൻ ആയിരിക്കും, ബെസ്റ്റ് ക്വാളിറ്റി ഫുഡൊക്കെ ആയിരിക്കും കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുഡിന്റെ കാര്യത്തിലൊന്നും ഒരു വീഴ്ച അവർ വരുത്താറില്ല. എത്ര ദിവസം അഡ്മിഷൻ ഉണ്ടെന്ന് നോക്കിയാൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ സി സെക്ഷൻ ആണെങ്കിൽ എക്സ്ട്രാ ഒരു ദിവസം കൂടെ അവരവിടെ അഡ്മിറ്റ് ആക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഹെൽത്ത് കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഈ ഫെസിലിറ്റീസ് അലൗഡ് ഉള്ളൂ. അതായത് ഫ്രീ ട്രീറ്റ്മെന്റ്. അല്ലാത്തവർക്ക് 8000 റിയാലിന് മുകളിൽ പോകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ അക്കൗണ്ട് ഫോളോ ആക്കി അതുപോലെ യൂസ്ഫുൾ ആവുന്നവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്തിട്ടേക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.